ഗൈസ് ഹോസ്റ്റലോണാണ് ആഘോഷിക്കാൻ ഹോസ്റ്റലിൽ 2025 ഹോസ്റ്റലോണം 2025 ഇവനാണ് ഹോസ്റ്റലോണ് നടത്തുന്നത്. മറ്റേ ഏത് വർഷം പോലും അറിയില്ല എങ്ങനെ നടത്തേണ്ടത്. എന്റെ പേവിഷ ഇറങ്ങി എങ്ങനെയോ ജീവിച്ചിരിക്കുന്നത്. വിളിക്കലേ യൂട്യൂബിൽ വരും ഫുൾ വ്ളോഗ്. ഫുൾ വ്ളോഗ് ഓണത്തിനെ പറ്റി വരാം. ഹോസ്റ്റലില് കണ്ടേലെ ഏറ്റവും ഓണം നടത്താൻ ഉമ്മാര് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നടത്തേണ്ട ആൾക്ക് കാര്യം അറിയില്ല, ഓണത്തിന്റെ പേരും പോലും അറിയില്ല, ഓണം ഡേറ്റ് നീല ഹോസ്റ്റൽ ഓണം നടത്തണ്ടേ? നീ ചെയർമാന്റെ കാര്യം കൊടുത്തരാം. ആ ജനറൽ ക്യാപ്റ്റൻ മത്സരിക്കുന്ന അശ്വിൻ ഉണ്ട് അവിടെ. വീഡിയോയിലും ഇത് നമ്മളെ ചെയർമാന് ഇവരാണ്. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. നാളെ പരിപാടി ആയിട്ട് ഒന്നും ആയിട്ടില്ല ഇതുവരെ. രാവിലെ ആയ കാണിച്ചെന്ന് പറഞ്ഞു നോക്കാം. ഗൈസ് ഇവിടെ ഹോസ്റ്റലിൽ ഇല്ലാത്ത ഒരാളുണ്ട്, ഓണെ കൂടെ വന്നാണ്. പണിയെടുക്കാൻ പഠിക്കാനും കൊടുക്കാൻ പൈസ ഇല്ല. നടക്കുവോ ഓട്ടല്ല, നാളത്തെ പരിപാടിയാണ്. ഗൈസ് ഓന് സ്ഥാനാർത്ഥിയെ നിന്ന ശേഷം വേറെ ഒന്നും തൊഴിൽ വരുന്നില്ല. ആര് കണ്ടാലും വോട്ട് ചെയ്യാൻ വിജയിപ്പിക്കുക. ഇനിയിപ്പോ അച്ഛനെ കണ്ടാലും ചോദിക്കും അച്ഛാ വോട്ട് ചെയ്യാൻ വിജയിപ്പിക്കുക. എന്റെ പേര് അശ്വിൻ, ഞാൻ ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നു. എല്ലാരും വോട്ട് ചെയ്യാം. പറ. അപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയായി ജനറൽ ക്യാപ്റ്റൻ മത്സരിക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. എന്ത് ചോദിച്ചാലും വോട്ട് ചെയ്യാൻ വിജയിപ്പിക്കുക. അടയാളം കാണിച്ചു കൊടുക്കട്ടെ ജനറൽ ക്യാപ്റ്റൻ. അടയാളം വേണ്ട. അടയാളം വലിയൊരു അടയാളമാണ്. അത് ഭാവി വധുക്കളെ കാണിക്കാനുള്ള. അപ്പൊ എന്താണ് പറയാ, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾ എന്നെ ജയിപ്പിച്ച നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു. ഒന്നുമില്ല വേറെ ആളെ കാണിച്ചു തരാം. ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തി ഞാൻ കാണിച്ചു തരാം. അതിലല്ലോ ഞാൻ നടക്കുവോ? എന്റെ മുത്ത നോയിക്കോ കത്തും. നാളെ റോഡിൽ പോകുന്ന എല്ലാരും നോക്കൂ ഇത്. നാളെ റോഡിലെ പോകുന്ന എല്ലാരും ഇത് നോക്കിപ്പാറ് വായിക്കും. ഗൈസ് ഹോസ്റ്റലിലെ ഏത് കലാകാരനാണ് എന്ത് വരക്കാൻ കൊടുത്താലും പുള്ളിക്കാരൻ നല്ലപോലെ വരച്ചു തരും. വേറെ കഴിയൊന്നുമില്ല, പഠിക്കാനോ പെണ്ണു വളർത്താനോ. വന്നിട്ട് ഇപ്പൊ തേർഡ് ഇയർ ആയി. കുറെ ശ്രമിക്കുന്നു, പക്ഷെ ഇതുവരെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇപ്പൊ പറയാൻ പറ്റില്ല, പിന്നെ പറയാം. ഒരു പെണ്ണുണ്ട് ഇപ്പൊ നോക്കണ്ട. അത് ഇതായി വർക്കൗട്ട് ആയിട്ടാണ്. കഴിവുണ്ട്, വരക്കള് നല്ല കഴിവുണ്ട്. ഞാൻ കാണിച്ചത് നമ്മൾ നമ്മൾ സ്വന്തം രൂപമായ ബാറിൽ വരച്ച ചിത്രങ്ങളാണ്. ഇത് നമ്മളെ ബാറ്. ഇതിൽ വരച്ച ചിത്രമാണ്. ഓന്റെ കഴിവ് ഞാൻ കാണിച്ചത്. എന്റെ കഴിവ് കാണിച്ചത് ചിത്രം. കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ? ഓന്റെ കഴിവാണ്. ഓന്റെ മനസ്സിലുള്ള സങ്കല്പമാണ്. എങ്ങനെ വെച്ചാല് കറക്റ്റ് എങ്ങനെ കഴിവ് നോക്കിയ ആ ചെസ്റ്റ് ഹിപ്പ് അല്ലേ സങ്കല്പം. ഏതായാലും എടാ നീ വിഷയടാ നീ ഇപ്പൊ വരച്ചത് ആക്ച്വലി 6 രൂപയാണ്. മനസ്സിൽ സങ്കല്പം ഉണ്ടാവുമല്ലോ. സങ്കല്പൊന്നുമില്ല. പറ അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ഈ ഹോസ്റ്റലിൽ വരക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മളെ ഇല്ലുകാരാണ്. വരക്കാനുള്ള കഴിവില്ല, ബാക്കിയൊരു കഴിവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. വേറെ കുറച്ച് ആൾക്കാർ കാണിച്ചു തരാം. വെറുതെ ഒരു പണിയില്ലാണ്ട് ഫോണിൽ തോണ്ടിക്കുന്ന കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. ഇവരാണ് പണിയെടുക്കണ്ടേ. എന്നിട്ട് ഒരുത്ത നഖം വെട്ടുന്നത്. എടാ നാളെ പരിപാടിയാണ്, നിങ്ങളെ നടത്തേണ്ട പരിപാടി. നീയോ? എടാ നാളെ പരിപാടി. നടുവേദന പറഞ്ഞേ മുത്തേ. ഉറങ്ങിക്കോ. അപ്പൊ ശരി. വേറെ കുറച്ച് പേര് കാണിച്ചു തരാം.
നമ്മൾ ഹോസ്പിറ്റലിൽ ഇറങ്ങിട്ട് നമ്മളെ കാണാൻ പോയതിന്, പക്ഷെ ഓരോ എത്ര മുന്നേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് പേര് കാണിച്ചു തരാം ഗൈസ്. അയ്യോ എടാ അയ്യോ അത് അടിക്കലടാ, അടിക്കല്. നേഴ്സും ഒരു ഡോക്ടറും പിന്നെ 5-6 കട്ടിലും കിടക്കും. ഒരു മനുഷ്യനില്ല. സംഭവം നമ്മളെ കാണാൻ വന്നല്ല, നമ്മളെ കൊറേ ഗ്രൂപ്പിൽ സങ്കടം പറഞ്ഞിട്ട് നമ്മളെ കാണാൻ വന്നതിനു. എടേ ഇഞ്ചക്ഷൻ അടിച്ചേടെ കുണ്ടിയാട്ട്. ഈ മയിലല്ലേ വെറും പീപ്പിയാണ്. ഇവനെ തപ്പിയിട്ട് ഇവൻ ഗ്രൂപ്പിൽ മൊത്തം ഒച്ചപ്പാട്. നമുക്ക് സ്നേഹമില്ല ഇതില്ല പറഞ്ഞിട്ട് പോകുമ്പോ സഫ്രാൻ കേട്ടുന്ന അൽഫാം. വിശന്ന പിന്നെ സഫ്രാൻ പോകണ്ടേ? റോഡ് സൈഡിൽ നിന്ന് ഹോസ്പിറ്റലിൽ മേടിച്ചു തരുമല്ലോ. വിശന്നപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ പോയി. അത് നമ്മള് തെറ്റാണോ? അല്ല ഗൈസ്, നമ്മള് കൂടുതൽ ഇന്റർവേർട്ട്. ഒരു പെണ്ണ് സ്വന്തമായിട്ട് വേണമെന്നുണ്ട്, പക്ഷെ ഇന്റർവേർട്ട് കാരണം ആരും കിട്ടുന്നില്ല നമുക്ക്. അപ്പൊ ഇന്നത്തെ നമ്മള് മെയിൻ പരിപാടി എന്ന് വെച്ചാല് നാളെ ഓണം പരിപാടിയാണ് ഹോസ്റ്റലില്. അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളും ആഘോഷങ്ങളാണ്, നാളത്തേക്ക് വേണ്ടി ആഘോഷങ്ങളാണ്. എന്തായാലും പോണോ? എവിടെക്കടാ കോളേജിൽ അടിയായി. ടൈം അരമണിക്കൂർ മുന്നേ കോളേജിൽ അടിയായി വിത്ത് പോലീസിന്. 2 ജീപ്പ് പോലീസുണ്ട് ഇപ്പൊ. നമ്മളെ വണ്ടി പേര് അഡ്രസ് വീട്ടുകാരെ എല്ലാം ചോദിച്ചു. വണ്ടി അടി പടലം തപ്പി വിട്ടോ. ആശി പ്രണവിന് പ്രഷറായി വണ്ടി 3 ഓഫായി. വണ്ടി എടുത്ത് വന്നു. പോലീസിനെ കണ്ടപ്പോ നടുക്കുന്ന വണ്ടി ഓഫായി. പിന്നെ ഒന്നും തിരിയില്ല. അപ്പുറം നിന്റെ അപ്പത്തെ എക്സ്പീരിയൻസ് തരാം. നിന്നെ ആദ്യമാണ് പോലീസ് പിടിക്കുന്നത്. വണ്ടി ഓഫായില്ല, അവൻ കള്ളം പറയാന്ന്. അപ്പൊ 3 ഓഫായതോ? അത് വെറുതെ പറയുന്നത്. അപ്പൊ ബാക്കി നമുക്ക് അടുത്തതിൽ കാണാം. ലക്ഷദ്വീപാരൊക്കെ ഉണ്ട്. ലക്ഷദ്വീപാരൊക്കെ ഉണ്ട്. ഓണം എന്താ അറിയില്ല. ലക്ഷദ്വീപിൽ ഓണം ഇല്ലാത്തോണ്ട് ചെക്കൻ ഓണം എന്താ അറിയില്ല. അപ്പൊ ഫസ്റ്റ് ഓണാണത്. ആ 3ാമത്തെ ഓണാണ് ഹോസ്റ്റലിൽ. പക്ഷെ ഓണം ഇത് എന്താണെന്ന് അറിയില്ല. ഓണായാലും പുള്ളിക്കാരൻ ഇവിടുന്ന് പോകും. സദ്യ പറ്റാത്തോണ്ട് ഇവിടുന്ന് ഹോസ്റ്റലിൽ പോകാൻ സാധാരണ. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ എങ്ങനെ പിടിച്ചു നിർത്തും ആളെ? നിൽക്കൂലേ? ഈ പ്രാവശ്യം സദ്യ കഴിച്ചിട്ട് പോവാം. സദ്യ വെക്കൂല? എന്താ സദ്യയോടെ എന്തെങ്കിലും എളുപ്പുണ്ടോ? അയ്യോ അച്ഛനെ വിളിക്കലടാ, വ്ളോഗ് ആൾക്കാർ കാണും. വളരെ ശരിയാണ്. ഇനി പറ. വളരെ ശരിയാണ് പറഞ്ഞത്. ഏത് പറഞ്ഞത്? നീ പറഞ്ഞു. തെറ്റ് തന്നെയാണ്. ആരായാലും ഏത് ഭാഗത്തായാലും തെറ്റ് തന്നെയാണ്. കോളേജിൽ സംഭവം നടന്നു, അത് നമ്മൾ തെറ്റായിട്ട് നമ്മൾ കണക്കാക്കി. തെറ്റ് തന്നെയാണ്. ഇത് എന്റെ അല്ല ഗൈസ്. ആരും അടിക്കാൻ പാടില്ല. ആർക്കും അങ്ങനെ റൈറ്റ്സ് ഇല്ല. വയനാട്ടിൽ നിന്ന് വീശ് കൊല്ലങ്ങളായിട്ട് 3ാമത്തെ വർഷമാണിത്. നമുക്ക് വേണ്ടി തെങ്ങുമ്മ കയറി. എന്താ വീട്ടില് എന്താ പറയല്? ഓല വെട്ടുന്നത് കുരുത്തോല. നീ സംഭവം പോവേ? നീ അങ്ങനെ കഴിയുന്നേ കത്തിലാണ്. നീ അങ്ങനെ കേറിയേ? തെങ്ങുമ്മ കയറി, പക്ഷെ കത്തിയെടുക്കാൻ മറന്നുപോയി. റോഡോട് പോലീസുകാരൊക്കെ പോകണ്ടേ? എന്ത് ചെയ്യുന്നോ? കത്തി കൊടുക്കടാ, കത്തി കൊടുക്ക്. എടാ നീ എന്ത് ചെയ്യണ? കത്തിയുടെ മോള് കയറി പോയി മണ്ടനാ. ആ ഓ കൊറങ്ങന്റെ ഓന് വാപ്പ കരടിയാണ്. അപ്പൊ കരടിന് ജന്മായോണ്ട് എന്താ അടിയായി വിചാരിച്ചിട്ട് ഓടി വന്നു. കത്തി കിട്ടി. വീശ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അറിയില്ലായിരുന്നു. ഇല്ല ഗൈസ്, നമ്മളെല്ലാരും വിവീഷിന്റെ ഓലയിട്ടിന് കാണാൻ നിൽക്കുന്നത്. അത്രയും പെർഫെക്റ്റ് വെട്ടായോണ്ട് അപ്പൻ കരടിയും വിവീഷ് കരടിന്റെ കുട്ടിയും എന്ന പേരുള്ള വിവീഷിനെ ആരെ മകൻ? ബാബുവിന്റെ മകനായ കരടിക്കുട്ടൻ. കരടി ഓന്റെ അച്ഛന്റെ പേര് കരടി, ഓന്റെ പേര് മണിക്കുട്ടൻ. പക്ഷെ കുഞ്ഞി കരടി. ആ കരടിന്റെ ജന്മം തന്നെയാ. മൂക്കിൽ രോമം ഫുള്ള് തൂങ്ങി താഴെ തിരിഞ്ഞു. ഗൈസ് എല്ലാരും പണിയെടുക്കുമ്പോ ഒരാൾ മാത്രമേ കാണിച്ചു തരാം. ഇതൊക്കെയാണ് സുഖമായ ജീവിതം. കാണിച്ചത് എല്ലാവരും അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ നാളത്തേക്ക് വേണ്ടി ഒരാളവിടെ കഷ്ടപ്പെട്ട് സുഖത്തിലിരുന്ന് സംസാരിക്കുന്നു.
നമുക്ക് കേൾക്കാം. നമ്മുടെ ആശിന് രാത്രി എന്നും 12-1 മണിയായി സംസാരിക്കുന്ന കാര്യങ്ങളാണ്. നീ സംസാരിക്കേ, ഞങ്ങളെ കേൾക്കാം. സംസാരിക്കേ. സോറി ഗൈസ്, അവന്റെ ജീവിതം, അവന്റെ പ്രൈവസി അവൻ നോക്കട്ടെ. സോറി, പരിചയപ്പെടുത്താൻ മറന്നുപോയി. നമ്മളെ കൂടുതൽ CBSE ഞാൻ തന്നെ എന്നാണ് ഉമ്മാർ പറയുന്നത്. സത്യത്തിൽ ഞാനല്ല, ഉമ്മാര് പറ്റിപ്പാ, വെറും പറ്റിപ്പാ. ഏറ്റവും വലിയ പറ്റിപ്പാണ് ഈ വ്ലോഗ് ചെയ്യുന്നവൻ, വൃത്തികെട്ടവൻ. അപ്പൊ ഇതാണ് നമ്മൾ കൂടി CBSE. എന്താണ് എന്താ സംഭവം? എന്താ അല്ല ഇതിനെന്തോ എന്തോ രോഗമുണ്ട്. പാവം ആ ചെറുക്കട കഷ്ടപ്പെട്ട് വെട്ടിയിട്ട് താഴെ കുറ്റം പറയാൻ കുറെ പേരുണ്ട്. ഇതിന് രോഗമാണ്, വലിപ്പം പോരാ, അത് പോരാ പറഞ്ഞ തളർത്ത പോലെ. വീശ നിന്റെ ഇപ്പൊ ഞാനുണ്ടാ, വീശ നിന്റെ ഇപ്പൊ ഞാനുണ്ട്. സത്യം പറഞ്ഞ പോരാ, ഇത് പോരടാ. ഇതെന്ത് വെട്ടാണ് ഈ വെട്ടിയെ? കാണുന്നില്ല. വിഷൊന്ന് കഴിയൊന്ന്, വിഷ കഴിയോ? 2 വാക്ക് പറയണം നമ്മളോട്. വിഷൊന്ന് വേഗം വീശ. കോളേജിൽ പോണോ? ഇല്ല, നമ്മളെ കോളേജിൽ പോവും. കത്തിയെടുത്ത് പോയി നമ്മളെ കോളേജില്. ആ വെട്ടട്ടെ. കണ്ടകശീനാണ് അല്ലല്ലോ ഈ മാസം നമുക്ക് ഫുള്ള് കണ്ടകശീന കഴിച്ചു. കോടതി, പോലീസ്, ഇപ്പൊ ആ പൂച്ചന്റെ കടിയും നാട്ടുകാരടി, ഇപ്പൊ പൂച്ചന്റെ കടിയും. ഇനി പോയി ആരെയും അടിക്കാൻ പോണോ? നമ്മളിനി ഗൈസ് വാഴ വെട്ടാൻ വേണ്ടി നമ്മൾ കോളേജിൽ പോകണം. ടൈം ഇപ്പൊ ഏകദേശം 1 മണി ആയിട്ടുണ്ട്. എന്താണ് ഇത്? മെടയണം. എന്റെ സാധനം ഒന്ന് കാണിച്ചാ ചെക്കന്മാർക്ക് അറിയാതല്ലേ? നിനക്കറിയില്ലേ? നിനക്ക് എന്തിലും അറിയടാ, നിനക്ക് എന്തിലും കഴിവുണ്ടടാ. നോക്കട്ടെ, അതെന്റെ മുണ്ടല്ലേ? നാളെ രാവിലെ ഇടാനുള്ള എനിക്ക് നീ ഇത് തയ്യാക്കി. സനോജ് മോഡി എന്ന് പറഞ്ഞേ കാണിച്ചു തരും. ഇതൊന്നും അറിയില്ല. അതിന് ആക്കല്ലെന്നല്ല, അത് ബ്ലോഗാണ്. ഇങ്ങനെ എടാ എഴുതാനുള്ളത് മടന്നില്ലേ? ആക്കില്ല, ഇത് എഴുതാനുള്ളതാണോ? നാവോ തന്ത ആക്കുന്ന പറയുന്നത് അവകാശവാദങ്ങൾ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റൂല. കാരണം ആളെ നോർമൽ അല്ല, ആളെ എപ്പോഴും ഒരു എന്തോ ഒരു വേറെ ലോകത്താണ്. കാരണം ഇത് ഞങ്ങളുടെ തന്തയാണ്. വാഴവട്ടം വേണമെന്ന് വാഴ ആവശ്യമുണ്ട്. വാഴ വെട്ടാന് നീ വരണോ? നീ എന്തായാലും വരണോ? ഈ പറഞ്ഞ വിട്ട എന്താ അടിയെടുക്ക? നീ വരണേ വരാതിക്കുന്നത് അടിയൊന്നും പരിഹാരമല്ല. തെറി വിളിക്കലടാ. സനോജ് തോൽവി സമ്മതിച്ചിരിക്കുന്നു. നമ്മുടെ വയനാടിന്റെ കരടി മകനായ മണിക്കുട്ടൻ. മണിക്കുട്ടനല്ലേ? വിക്കി മണിക്കുട്ടൻ. മണിക്കുട്ടനെ അറിയാന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം മണിക്കുട്ടൻ ചെയ്യോ ഇല്ലയോ. ജിതിനോ നമുക്ക് വാഴ വെട്ടാൻ പോവാ. നിനക്ക് വാഴ വെട്ടാൻ നല്ല, നീ തെങ്ങുമ്പോ വാഴ ഇഷ്ടം പോലെ വാഴ ഇവിടെ ഇല്ല. എന്തിനാ പുറത്തു പോയി വെട്ടിക്കൊണ്ടു? ഈ വാഴ പറ്റൂലാണ്, സ്റ്റാൻഡിൽ വാഴ പറ്റുള്ളൂ. ഗൈസ് വേറെ ആളെ കാണിച്ചതാ. എല്ലാരും അവിടെ പണിയെടുക്കുന്നു. എല്ലാരും പണിക്കുന്നില്ല, കുറച്ചൊരു പണിയെടുക്കണ, കുറച്ചൊരു ഒപ്പം നിൽക്കുന്നുണ്ട്. വേറെ ഒരുത്തണ്ടാ ഓടല്ലേ നീ? ഇവിടെ കടക്കേനു. ഇവിടെ കണ്ടോ ഡ്രസ് ഉണ്ട്, ഇവിടെ കടക്കേനു. ഞാൻ ക്യാമറ വന്നപ്പോ ആള് നീച്ചു പോയി. അൽഫാം തയ്ക്കണ കടന്നു തുടങ്ങിയെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങനല്ല, ഫോണിലും ആർക്കോ ഫോണിൽ സംസാരിക്കുന്നു. ഗൈസ് ഇവിടെ കുറച്ച് പേരുണ്ട്, സദ്യന്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ്, ഹലോ ഷുക്കൂർക്ക പണിക്ക് വന്നല്ല, ഷുക്കൂർക്ക തുമ്മിയോട് സഹായിക്കാൻ വന്നാണ്. ആയിട്ടില്ലേ? അപ്പൊ ഇതുവരെ അജിന്റെ അടുത്ത് അജേട്ടാ ഒരു ഹായ് പറ.
ഗൈസ് നമ്മളെ മെയിൻ കുക്കറാണ്. ഗൈസ് വാഴ വെട്ടാൻ വേണ്ടി നമ്മൾ കോളേജിൽ പോവാണ്. കോളേജിൽ പോകുമ്പോൾ പേടിക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായിരുന്നു. 2 പാർട്ടികൾ തമ്മിൽ എന്തോ അടി കിടന്ന് ഫുള്ള് പോലീസുകാരാണ്. അതുകൊണ്ട് നമ്മൾ ഫുൾ സേഫ്റ്റി ആയിട്ട് പോണ്. കത്തിയുണ്ട്, നല്ല ആപ്പിളും ഫ്രൂട്ട്സ് എല്ലാം മുറിക്കുന്ന കത്തിയുണ്ട്. ഒപ്പം ഏറ്റവും ഡേഞ്ചർ ഒരാളുണ്ട്. കത്തിയൊന്നുമല്ല, നമ്മൾ അബിൻ, പാമ്പായി അബിൻ നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ പേടിക്കണ്ട. നമ്മളപ്പം മറ്റേ ഇൻട്രോവേർട്ടായ ആദ്യമുണ്ട്. നീ പാഴാണ്, നീ പാമ്പല്ലേ? ആ പാമ്പാണ് അബിൻ, പാമ്പാണ്. പക്ഷെ ഇപ്പോഴൊന്നും നോർമൽ ആയതുകൊണ്ട് നമ്മളിനി ബാക്കി വാഴ വെട്ടുമ്പോൾ കാണാം. വാഴ എവിടെ? എവിടെ? ഹിസ്റ്ററി. ഗൈസ് ഫൈനൽ കോളേജിലെത്തി. 2 വാഴ കണ്ടുവച്ചു. ഇനി കുറച്ച് വാഴ കൂടി കണ്ടെത്താണ്ട്. എവിടെ? യൂട്യൂബിലാടാ. അയ്യോ, അതിനെന്താ വാഴ വെട്ടിന് പഠിക്കല്ലേ? ജിനു സാറിന് വാഴ ഒന്നുമില്ലല്ലോ, നമുക്ക് വെട്ടിക്കൂടെ? ഗൈസ് ഇത് വെട്ടാൻ പറ്റില്ല. കൊലണ്ട, അല്ല മുഴുത്ത കൊലയുണ്ട്. എവിടെ എവിടെ? അതിന് വാഴ ഉണ്ടാ? അല്ല സോറി ഗൈസ്, ഞാൻ മാറിപ്പോയതാണ്. ഞാൻ ബംഗളയിൽ പോയില്ലടാ. നീ മാറി ഭയങ്കര സാഹസികമായി യാത്ര. ഇത് വെട്ടില്ലേ? ഇത് വെട്ടണോ? പിന്നെ ഒന്ന് വെട്ടിക്കോ. ആ വെട്ടിക്കോ. ഇത് വലുതാണ്. പക്ഷേ അടിയിൽ കൊത്ത് ആര് പിന്നെ ഓരോ കുഴിച്ചിട്ടാ. ഇത് കാടിൽ മുളച്ചാന്നാണ്. നീ വെട്ടിക്കാ, ബാക്കി നമുക്ക് നോക്കാം. നമുക്ക് തെളിവുണ്ട് നീ വെട്ടിയെന്ന്. നോക്കി വെട്ടണം. ഇരന് വെട്ടാൻ പേടിയായി. അപ്പൊ വയനാട്ടിൽ കരടിന്റെ മകനായ മണിക്കുട്ടൻ വെട്ടുന്ന പറഞ്ഞു. എടാ കുറച്ചിന് മുകളിൽ വെട്ടിക്കോ. എന്തിനാ കഷ്ടപ്പെട്ട് താഴെ വെട്ടുന്നേ? ഫോൺ നോക്കി കുത്തല്ലേ? അറിയോ എനിക്കൊരു ടി സി പറഞ്ഞത് സസ്പെൻഷൻ. അപ്പൊ കണ്ടില്ല കിരൺ ശരിയായ പേടി. അവന്റെ ടി സി കിട്ടി എന്റെ കുടുംബം നോക്കണേ. നീ ടി സി കൊണ്ടാണോ കുടുംബം നോക്കണേ? ഒറ്റ വെട്ടില് തീർക്കണ്ട. അല്ല പാറു അവിടുന്ന് വേറെ ഇതാക്കി, എന്നിട്ട് ലൈറ്റ് ഇങ്ങോട്ട് കളിക്കി. ഞാൻ ഒറ്റ വെട്ടി തീർത്തടിച്ചില്ല. അപ്പൊ ഗൈസ് ഈ വ്ലോഗ് കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ, വാഴ വെട്ടി എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, വിവീഷ്. ബാക്കി നമ്മളെ കാണാൻ മാത്രം, നമ്മൾ കാഴ്ചക്കാർ. ഗൈസ് വിവീഷ് 2 വെട്ടില് വാഴ പുഴകിയെടുത്തു. പഴം പുഴുങ്ങി. പഴം പുഴുങ്ങി നല്ല ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാം പ്രതി കിരൺ. കോളേജിൽ നിന്ന് പ്രശ്നമാണെങ്കിൽ, വാഴ വെട്ടിനെ പറ്റി പ്രശ്നമായി. ഫസ്റ്റ് പ്രതി വിവീഷ്, 2ാം പ്രതി കിരൺ. ബാക്കി നമ്മളെല്ലാം തെളിവിലായ കാണാൻ വന്ന കാണികൾ. പറ്റില്ലല്ലോ. പെട്ടു. ഗൈസ് 3 വാഴ ഒരു ഫ്രെയിമില്. ഏതല്ലേ ആ ഇത് യൂട്യൂബിലിടാനാ. ചെറുത് ഗൈസ് ഒരു പണിയെടുക്കാതെ മറ്റേ മുതലാളികൾ പണിയേൽപ്പിക്കൂലേ മുതലാളികള്. അതേമാതിരിയാണ് മുതലാളിത്തം കളിക്കുന്ന നമ്മളെ കൂട്ടത്തിൽ ആരും ഒരു പണിയെടുക്കൂല. വെറുതെ ചുമ്മാ വായാട്ടി തൊള്ളാണ്ട് ഇത് പറയടാ. ആറ്റിറ്റ്യൂഡ് കിങ് ആണ്. അങ്ങനെയല്ല, ആളൊരു പാവമാണ്. ആറ്റിറ്റ്യൂഡ് കിങ് ആണ്. 2 കൂള് വെച്ചെടുത്താൽ ആള് നല്ല ഓടി പണിയെടുക്കും. സാധനം ഇല്ലാത്തോണ്ടാണ്. എന്റെ കൂൾ കഴിക്കട്ടെ. അയ്യോ സോറി ഗൈസ്. ഗൈസ് എനിക്കൊരു പെണ്ണുള്ളൂ. ഞാൻ കെട്ടി ഇപ്പൊ നല്ല സ്ഥലത്ത് പോയി രോഗം ചെയ്ത് ജീവിക്കുന്നു. അത് ബീഹാറിലാണ്. ഗൈസ് ഒരു വാഴ വെട്ടിയത് വിവീഷാണ്. 2ാമത്തെ വാഴ വെട്ടുന്നത് നമ്മളെ ഹോസ്റ്റലിലെ വാഴയായ കിരണാണ്. നമ്മളെ കൂടുതൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഈ കിരൺ.
TTC കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രി പഠിക്കണം. 23 വയസ്സ്, സൽസ്വഭാവിയല്ല, പെണ്ണില്ല. ഫൈനലി ഗൈസ് നമ്മൾ ആരും പണിയെടുത്തു. എനിക്ക് സന്തോഷായി, ആരും പണിയെടുക്കാൻ കണ്ടു. ഇപ്പൊ തന്നെ വീശിനെ കൈ മുറിച്ചിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ ആശുപത്രിയിൽ വന്നിട്ടുള്ളൂ, ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളൂ. ആരാണ്? എന്താണ്? നമ്മളെ കൂട്ടി സൂര ബാഹുബലി. ഇത് എത്ര വാഴയാന്ന് പറയാൻ കഴിയുമോ? 2 വാഴ. ഒറിജിനൽ വാഴ. ഒന്ന് സർവീസ്, ഒന്ന് സർവീസ്. ഇതിൽ ഏതാണ് ഒറിജിനൽ വാഴ? നിങ്ങൾ കമന്റ് ചെയ്യാം. എല്ലാവരും ഒരു പെഗ് കൊടുത്ത ആളെ നല്ല അടിപൊളിയായി പണിയെടുക്കും. പാമ്പാണ്, 32ാമത്തെ പേരാണ് പാമ്പ്. ഇത് വേറൊരു വാഴ. എന്റെ ഇപ്പൊ 2ാമത്തെ വാഴ പാമ്പായ അബിൻ നമ്മളെപ്പോ ഉണ്ട്. ഇത് വെയിറ്റ് ഉണ്ടോ? അത്യാവശ്യം എത്ര വെയിറ്റ് ഉണ്ട്? ജസ്റ്റ് ഒരു 10 കിലോ. 10 കിലോ ടവർ എന്തോ പറഞ്ഞു. എനിക്ക് ക്രഷ് ആയ ഒരു കാര്യം പറഞ്ഞു. എന്താ പറ ഒന്ന് പറ പ്രേക്ഷകർ കേൾക്കാതെ പറ. ഓനെന്താ പറഞ്ഞേ? വാഴകളാന്ന് തെളിക്കാനാണോ ഹോസ്റ്റലിന് മുന്നിൽ വാഴ വെക്കുന്നത്? ആണോ? അതാണോ ടവർ? നേരത്തെ നല്ലൊരു കാര്യം പറഞ്ഞു, എന്റെ മനസ്സിൽ കൊണ്ടൊരു കാര്യമാണ്. എന്താ വെച്ചാൽ ഓൻ പറഞ്ഞെന്ന് വെച്ചാല് വാഴകളാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വാഴ ഹോസ്റ്റലിന് മുന്നിൽ കൊണ്ടുവെക്കണമെന്ന് പറയുന്നത്. നിങ്ങൾക്കാണ് തോന്നുന്നുണ്ട് നമ്മള് വാഴകളാണെന്ന്? തോന്നുന്നുണ്ടോ? അനന്തിനൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അനന്തൊക്കെ ആളെ സെറ്റ് ആയത്. അയ്യോ സോറി, അതല്ലേ അനന്ത് എന്തിനാണ് കോളേജിലേക്ക് വന്നതിന്റെ കാര്യം പറ. അയ്യോ ഇപ്പഴാ പരിപാടി പോണേ. നമ്മളെ പിള്ളേർ എല്ലാരും എത്തിയിട്ടുണ്ട്. പെസ്സോ എടാ പാനി എടുക്കടാ പെസ്. പിന്നെ നാളെ പരിപാടിയിലാണ്. ഫോൺ എടുക്കണം. നമ്മൾ പെസ് കളിച്ച് ജയിക്കുന്നവർക്ക് ചായ സർവീസൊക്കെ വാങ്ങിത്തരും. അതെ ഞാൻ പറയാം. മുത്ത നീ പറ, നാളത്തെ ഓണം എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാക്കാൻ നോൻ പറഞ്ഞു. എടുത്ത് പോയി കുളിക്കടാ. അതിന്റെ മുടിക്കുന്ന ഇങ്ങനെ കുളിക്കണ്ടേ? കുളിച്ചിരുന്നാ ലക്ഷദ്വീപിൽ നിന്നാണ് ഗൈസ്. റൗഫിനെ പോലെ ഓണം ഇതുവരെ കണ്ടില്ല. അപ്പൊ ഫസ്റ്റ് ഓണം എന്ന് പറയുന്നത്. മുത്ത നീക്ക് ഓണം കണ്ടോ? ഓണക്കണ്ടേ? നിങ്ങൾ പറയടാ. നീ സംസാരിക്കടാ. നീ സംസാരിക്കടാ. ഗൈസ് നമുക്ക് പേടിയാണ്. എന്താ അറിയില്ല, അവൻ ക്യാമറയുടെ പേടിക്കുന്നു. നമ്മള് പാട്ടാറുണ്ട്. നാളത്തെ ഓണം കളറായിരിക്കും. സൗണ്ട് കേട്ടോ, സൗണ്ട് കേട്ടാ മനസ്സിലാവും. നിനക്കോ? ഓണം വൈബായിരിക്കും. ഓണം കത്തിച്ച് ഹോസ്റ്റൽ കത്തിച്ചേക്കല്ലേ? ഓ കത്തിക്കുന്നൊക്കെ പറയണ്ടേ. ഓ എന്താ ഉദ്ദേശം അറിയില്ല. എടാ നീ പറയടാ. നീ മുമ്പ് നീ പറയടാ. നീ പറയണ്ട. അയ്യോ CBSE പഠിച്ചു. തന്തേനെ പഠിപ്പിച്ച് ശിഷ്യനായ തന്ത പഠിപ്പിച്ചു കൊടുത്തു. ഹാപ്പി ക്രിസ്മസ്. നാളെ ഓണ പരിപാടി ടൗസർ ഇട്ട് വന്നോ? ഹാപ്പി ക്രിസ്മസ്. സാന്റാപ്പൂപ്പന്റെ ടൗസർ ചുവപ്പ് കളർ. ഹാപ്പി ക്രിസ്മസ്. അതാണ് അബിൻ എപ്പോഴും പാമ്പാണ്, എപ്പോഴും പാമ്പാണ്. ഞാനെങ്കിലും പാമ്പാണ്. ലക്ഷദ്വീപില് 3ാമത്തെ വ്യക്തിയാണ്. ഇതൊരു ഓണം കണ്ടിട്ടില്ല. അപ്പൊ നാളെ നമ്മൾ സദ്യ കൊടുക്കും. താങ്കൾ കണ്ടതാണോ? അടി പറ. എങ്ങനെ കണ്ടിട്ടില്ല? നീ കണ്ടിട്ടില്ല? നീ അറിഞ്ഞിട്ടില്ല? ഞാൻ പകുതി ഞാൻ പറഞ്ഞു. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ പകുതി ഞാൻ പറഞ്ഞു. നമ്മൾ വിചാരിച്ചു നമ്മള് ചെക്കൻ അടി കണ്ടു വിചാരിച്ചു. ചെക്കൻ കണ്ടിട്ടില്ല. കണ്ടില്ലെങ്കിൽ വിവരിക്കായിരുന്നു. കണ്ടിട്ട് നമ്മൾ ചെക്കൻ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ പറയായിരുന്നു. കണ്ടിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ നമുക്കൊന്നും സംസാരിക്കാൻ ഒരു ഇതില്ല. നമ്മൾ കാര്യം അറിയണേ നമ്മൾ കാര്യം പോലെ പറയും. പക്ഷെ പറയേണ്ട കാര്യം നമ്മൾ പറയേണ്ട അടുത്ത് പറയും അല്ലേ? അതിന് തെറ്റും മിസ്റ്റേക്ക് നമ്മള് ആദ്യം ഇൻട്രോട്ട്. ഇപ്പൊ കുറെ മാറ്റങ്ങളുണ്ട് ചെക്കന്. ഇപ്പൊ ക്യാമറ മുഖം നോക്കുന്നുണ്ട്. മാറ്റ് പോയി. നിന്നെ വ്ലോഗ് പണ്ടത്തെ പോലെ 10 വയസ്സാണ് കാണുന്നത്. ഗൈസ് ഓണത്തിന് എല്ലാരും ഭയങ്കര ആവേശം കാണുന്നില്ല. എടാ പോടാ, അഭിനയിക്കാതെ പോടാ. പിള്ളേരൊക്കെ വന്നത് പറ, ബാക്കി പറ. പിള്ളേരെ പറ്റി ആദ്യത്തെ ഹോസ്റ്റലാണ് ഗൈസ്. ഇവൻ ഇൻട്രോവേർട്ടിന് ഇൻവേർട്ടർ പറഞ്ഞതാ. സായന്തോ ആരാത്? സായന്താരാ? പേരറിയില്ല ഗൈസ്. എപ്പോ റൂമിലൊന്നും എന്റെ കൂടെ കിടക്കുന്നത്? നിന്റെ കൂടെയാ? അപ്പൊ ശരി, ഓണം നാളെ പൊളിക്കും. ബൈ 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 ഗൈസ്. ഇൻട്രോവേർട്ട് നീ തേടിയരാ.
ഓ ഇൻവേർട്ടർ എന്ന് പറഞ്ഞ ഇൻവേർട്ടർ അല്ല ഇൻവേർട്ടർ. ഇവിടെ ഇൻവേർട്ടർ ആയത് വലിയ ഇൻവേർട്ടർ ആണ് പർവീസ് ആലം ഫസ്റ്റത്തെ ഹോസ്റ്റലിൽ നമ്മുടെ സൂചിന്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി, കണ്ണടിച്ച് പോയി. നമുക്ക് താഴെ പോയി നോക്കാം എന്തെല്ലാം പണി തീർന്നു എന്ന്. മിക്കവാറും കോളാക്കി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കഷ്ടപ്പാടാ. അതൊന്നും നടക്കുവോ? ഏയ് ഏയ് നടക്കുമല്ലോ സംഭവടാ. പാതി പോലും ഇല്ല, ഇതെങ്ങനെ ആക്കാനാ? പാതിയോ? ഇതാണ്ടാ ഓരണ്ടാ ഫുള്ളും ഇല്ല. അതണ്ടാ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാനാ? എന്താണ് പഠിപ്പിച്ചെന്ന്? കഴിവാടാ കഴിവാ പഠിപ്പിച്ചെന്ന്. എടാ അമ്മമ്മ എന്നടാ, അമ്മമ്മ ഇത് നമ്മുടെ കാർണോര് ചെയ്യുന്ന ഓരോ പുണ്യം. വേറെ ഒന്നല്ല, ചെക്കനെ ഒരു കുപ്പി മേടിച്ചു കൊടുത്തു, 2 പെഗ് ഒഴിച്ചു കൊടുത്തു. അതിന് പവറപ്പ കാണണേ. അവനും അടിച്ചിട്ടുണ്ടേ? ഇല്ല, ഞാൻ കടന്നുറക്കി. സൂചി അടിച്ചിന്റെ ക്ഷീണം കൊണ്ട്. ആ കണ്ണ് നോക്ക്, നിങ്ങൾ കണ്ണ് നോക്കിട്ട് പറ അടിച്ചിട്ടുണ്ടല്ലോ. അത്രേ പറയാനുള്ളൂ. ഗൈസ് ആയോടാ, എന്തിലായോ? ഹായ് ഹായ് ഋഷികേഷ്. ഗൈസ് നമ്മളാ ഋഷികേഷ്. ആ എടാ, നീ ഉയരത്തിലെത്തിയോ? എന്റെ ഞാനെ കണ്ണടിച്ചപ്പോ നീ മോൾക്ക് എത്തിയല്ലോടാ. താഴോട്ട് വാ. ഗൈസ് നമ്മൾ ആരുടെ ആറ്റിറ്റ്യൂഡ് ആശാൻ പെണ്ണിനെ കഴിഞ്ഞു പോയ അയ്യോ ഗൈസ് അതിന് കാണില്ലടാ. ഗൈസ് വളരെ ഉയരത്തിലാണ്, ആർക്കും കാണാൻ പറ്റാത്ത ഉയരത്തിലാണ്. ഇപ്പൊ ഇറങ്ങി വരും. നമ്മളെ വീസ് മെയിൻ വയനാട്ടിന്റെ കരടീന്റെ മകനായ മണിക്കുട്ടൻ മണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛനാണ്. മണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ ചെക്കൻ എന്താ നീ പറയുന്നത്? ഞാൻ നേരത്തെ നീ ഇവിടുത്തെ ഇരിക്കുന്നത്, പിന്നെ ഇത് അവിടുത്തെ നിന്റെ പിത്തതടി നടക്കട്ടെ. പോയി നോക്കണം, പൂക്കളം വരച്ച് വെച്ചാ പൂക്കളം നോക്കടാ പട്ടി. പോയി പറയുന്നത് വരച്ചോ അറിയാം, പോയി നോക്കണം. അല്ല ഊള പൂക്കളാവും. ഗൈസ് സെറ്റ് ആവുമ്പോഴെ കാമുകിനെ പറ്റി ആലോചിച്ച് ആനന്ദ് ഒരേ സ്വപ്നത്തിലാണ് ഇപ്പോഴും. ഓടി നാനം കൊണ്ട് ഓടിപ്പോയി. നിങ്ങൾ എന്താ കാണാൻ നിക്കാ? പോയി പണിയെടുക്കടാ. അമർ രാജേ, നിന്നെ കണ്ടതാണല്ലോ ഗ്രൗണ്ടിന്ന്. നീയും കുറച്ച് പെൺപിള്ളേര് മാത്രമായിട്ട്. ആ അതെ അതെ. എടാ കൈ കടയിനടാ, ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങണം. ഞാനില്ല എനിക്ക് സ്റ്റിക്കായിട്ട്. അത് നീണ്ടല്ലേ സ്റ്റിക്കായിട്ട് കഴിഞ്ഞ് പോകും ചാടും. എടാ പൂക്കളെ വരച്ച പൂക്കളോടെ എടാ ഇതില് പൂവെവിടാ? രാശിനി ഇതിലെ പൂവേടെ പൂക്കളെ വരച്ചിട്ട് എടാ എടാ പൂക്കൾ വരച്ച പൂവാണ് വരണോ? പൂക്കളാ നീ ഓണം എന്താ നിനക്കറിയോ? ബീഹാറിലുള്ള ഓണം പറഞ്ഞ സത്യം ഉണ്ടാക്കിയിട്ട് 4 പൂക്കളം രാവിലെ പൂക്കളുള്ളൂ, കുളിച്ചിട്ടേ പൂവിടാൻ പാടുള്ളൂ. അല്ലാതെ പാതിരാത്രിക്ക് ഒന്ന് പൂടുന്നല്ല പൂക്കളം. പ്രൊഫഷണൽ എത്തിക്സ്. ഗൈസ് നമുക്കൊന്നും അറിയില്ല, ബീഹാറിലെ പൂക്കളൊന്നും ഇല്ലല്ലോ. സാധനം കൊള്ളാം, പക്ഷെ പോരാ ഗൈസ്. ഒന്നുകൂടി വൃത്തിയായി വരാനുണ്ട്. പോരാ പൊളിക്കില്ല പണ്ടാ അപ്പുറത്ത്. നമുക്ക് ആവശ്യം വരും. ഓൾറെഡി ഇതില് ഗൈസ് ഹോസ്റ്റലത്തെ കക്കൂസിന് വാതിൽ പൊടിച്ചെടുത്തു. ഒരു പേര് ഹോസ്റ്റലോട് ഒരു ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി. എടാ TC തന്നെ വിട്ടു. ഒരു ഓണത്തിന് വേണ്ടി ഇത് പറിച്ചെടുക്കല്ലേ? ഇത് പറിച്ചെടുത്തതല്ല, മറ്റേ സാധനം ഇല്ലല്ലോ ബോർഡില്, നമ്മളെ എക്സാമിന്റെ ഇരുന്ന മറ്റേ സാധനം ടേബിളിന്റെ മുകളിൽ അതുണ്ട് ഇടാ. ഗൈസ് ഇവനാണ് കാമുകൻ. ചെക്കൻ സെറ്റ് ആയിട്ടില്ലെങ്കിലും ചെക്കൻ വായു അതിന് ആലോചിച്ചിട്ട് മടിയാവും. ഗൈസ് നമുക്ക് മെസ്സിൽ പോയേക്കാം. ടൈം ഇപ്പം ഏകദേശം 2 മണിയായി. നമുക്ക് വേണ്ടി നാളെ നമുക്ക് ഊടിന് വേണ്ടി ഇവർ കഷ്ടപ്പെടുകയാണ്. നേരത്തെ വന്നപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇവർക്ക് ഉറപ്പൊന്നുമില്ലേ?
ഒരു പണിയെടുക്കാതെ വെറുതെ നിൽക്കുന്നു. അപ്പൊ എല്ലാവരും പണിയെടുക്കണം, നല്ല കഷ്ടപ്പാടുണ്ട് എല്ലാവർക്കും. മീൻ കുക്കർ അച്ചിട്ട് അയ്യോ പറമ്പത്തെ നീ നടക്കുന്നേ ഭയങ്കര കഷ്ടപ്പാടുണ്ട് സാർ. കഷ്ടപ്പാടോ? നീ ഇപ്പഴേ വന്നേ? അധ്വാനം കൂടുതൽ, ശമ്പളം കുറവ്, ഭയങ്കര ശമ്പളം കുറവ്. മെന്റൽ തേങ്ങ എറിഞ്ഞു, തേങ്ങ എറിഞ്ഞോ? തേങ്ങ ചിരണ്ടി തേങ്ങ ചിരണ്ടി എന്ന് പറയുന്നത് കുറച്ച് കൊണ്ടാ പോരാ, കുറച്ചുകൂടി ചെറിയാണ്ട്. ശരി, ഓക്കെ. ആ ഇത് കെട്ടി കൊടുത്താ അതിനെ പറ്റി 2 വാക്ക് പറഞ്ഞതാ. ഇപ്പൊ നമ്മളിത് കെട്ടിയില്ലേ കാണിച്ചോട്ടെ ഗൈസ്. ഈ ബീച്ചിന്റെ പണിയാണിത്. ഇത് മെയിൻ ഗേറ്റ് നേരെ തുറന്നാല് ഇത് മെയിൻ ഗേറ്റ്. നമ്മളിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ അറിയില്ലാത്ത കുട്ടികൾക്കായതുകൊണ്ട് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. എന്ത് തിരക്കാണ് ഗൈസ്, ഇപ്പൊ വരാം. വരാം. നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, പിന്നെ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ തന്നെ വേണ്ടേ? നല്ല ക്വാളിറ്റി ഉള്ള മഴ. നീ ഇത്ര നേരം എവിടെയോ പ്രൈവസി തേടി അപ്പുറത്തിരിക്കല്ലേ? വിളിച്ചു പോയി. പൂക്കളം വരച്ചു. പൂക്കൾ നീ എവിടെ അറിയാം? എന്റെ മുത്തേ വരച്ചില്ല. 2 ചോക്കെടുത്ത് അപ്പുറത്ത് മേലെ പൂവരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നീയാ? നീ മേലെ പോയി നോക്ക്. ഇതിലില്ലാത്തവരെ കുറിച്ച് സഹായിക്കാത്തവരെ കുറിച്ച് സഹായിക്കാതെ കിടന്നുറങ്ങുന്ന ചില നാറികളുണ്ട്. വർത്താനം പറയുന്നത് ഫസ്റ്റ് ഞാൻ പറയാ, ക്യാമറയും പിടിച്ച് വരുന്നവനാണ് ഫസ്റ്റ്. ഇതെല്ലാം ഞാൻ എടുക്കാതെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ മീഡിയ കമ്മിറ്റിയാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ ഇത്ര അടിപൊളി ചെക്കന്മാരെ പണിയെല്ലാം അറിയിക്കണമെങ്കിൽ എന്നെ പോലത്തെ കഴിവുള്ളവർ മാത്രമേ ക്യാമറ പിടിച്ചിറങ്ങുള്ളൂ. ഇവന്മാർക്ക് കഴിവില്ലാത്തോണ്ടല്ലേ ഗൈസ്? എന്നിട്ട് വന്നിട്ട് ഞങ്ങളെ തുപ്പ ഒരു കാര്യം. ഇവര് നല്ല പറഞ്ഞു, നല്ല പണിക്കാരനാണ്, കരടിക്കുട്ടന്റെ മകനാണ്, മണിക്കുട്ടനാണ്. നീയോ? കരടി അല്ല, ഞാൻ 100 വട്ടം. ഇവനല്ല, ഇവന്റെ അച്ഛനാണ് കരടി. ഇവൻ മണിക്കുട്ടനാണ് കരടി. ഇത് പിത്തതടി. ഒരു പണിയെടുക്കാതെ കുട്ടിയോട് ചൊല്ലിയിരിക്കുന്ന അവിടെ പണിയെടുത്ത് എന്താ നാളെ നിങ്ങൾക്ക് കാണാം. നാളെ കാണാം. ഇന്നലെ പണിയെടുത്ത നാളെ പണിക്കെന്ന് പറയുന്നത്. കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇവരെ പോലെ അപ്പൊ കാണുന്നവരുടെ എല്ലാം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ റിസൾട്ട് കാണുന്നത് പിന്നീട് കാണാം. റിസൾട്ട് നാളെ കാണാം. അപ്പൊ ഞാൻ ഉറങ്ങാൻ പോകണം, രാവിലെ കാണാം. വയ്യ ഉറക്കം. മുകളിൽ കുടുങ്ങി താഴേക്ക് ചാടിക്കോ. കാര്യം നീ അവിടെ നിന്നോ, നാളെ ഉരുടേന്റെ ഇറങ്ങിയാ മതി എല്ലാം കഴിഞ്ഞിട്ട്. നീ മൂത്രിക്കുന്ന മോളും താഴേക്ക് ഒന്നാവൂല. ഫയർഫോഴ്സാ നീ വിളിക്ക്. നമ്പർ എത്രയാ? 108. ആംബുലൻസ്, 100 ശിശുസേവന വകുപ്പ്, 100 എത്രടാ? 130. നീ 130. കായ് കിരൺ കുടുങ്ങി പറഞ്ഞു. എടാ ചുക്കാമണി പോ, നോക്കിയാണ് ഇറങ്ങി. തെറി പറയല്ലടാ. എന്താ നീ ഒരു മാഷല്ലടാ, TTC പഠിച്ചു തന്നിട്ട് നിങ്ങൾ തെറി അറിയാൻ പാടുണ്ടോ? അയ്യോ ഞാൻ പറയുന്നില്ല ഗൈസ്. ചെക്കൻ TTC പഠിച്ചൊരു മാഷൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ ഡിഗ്രി മുമ്പി ഇവിടെ ഇരിക്കുന്നത്. ഓൻ പഠിപ്പിച്ചു. ഓ അരുമുണ്ടി നമ്മളെ വ്ളോഗില് അരുമുണ്ടി. ഇവന്റെ ഒപ്പം കിരൺ തോമസ് എന്ന കാസർഗോഡ് ചെക്കന്റെ ഒപ്പം ഓൻ പഠിപ്പിച്ച പിള്ളേര്, ഓൻ TTC പഠിച്ച് ടീച്ചറായി ഓൻ പഠിപ്പിച്ച പിള്ളേര് ഇപ്പൊ ഓന്റെ ക്ലാസ്സിലുണ്ട്. അത്രക്ക് പ്രായമുണ്ട്. നീ കേക്കണം, ഇവനാണ്, നിങ്ങൾ കേക്കണം. ആ പെണ്ണിന്റെ പേരെന്താ? എനിക്കറിയില്ല. കേട്ടോ ഇതാണ് എന്തെങ്കിലും തുറന്നു പറഞ്ഞാല്. അയ്യോ ഇവന് നേരത്തെ കണ്ടില്ലേ നമ്മളെ ഈ വ്ളോഗിന് സ്റ്റാർട്ടിങ് കണ്ടവർക്ക് മനസ്സിലാവും. ഇവ കടന്നുറങ്ങി നല്ല പോലെ. അയ്യോ പാന്റ് മുകളിലാണ്. നീളം കൊണ്ടില് ഒരു ഉപകാരം ഉണ്ടെന്ന് നമ്മൾ ഇപ്പഴാ അറിയുന്നത്. നീളം ഉണ്ടെങ്കിൽ നല്ല ഉപകാരം ഉണ്ടെന്ന് ഞാൻ ഇപ്പഴാ മനസ്സിലായി. കാരണം വെച്ചാല് നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ സ്റ്റൂളോ കോണിതിൽ വെക്കണം. ഇത് അതിന്റെ ആവശ്യമില്ല. നോക്കൂ ഗൈസ്, നോക്കൂ ഉയരത്തിലേക്ക് അവന്റെ കൈകൾ എത്തുന്നത് തോട്ടിയെ പോലെ.